നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് അവിടുന്ന് മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്നിഹിതരാവുകയാണ്. പ്രധാനപ്പെട്ട 3 പ്രാർത്ഥനകൾ നടത്തുകയാണ്. തങ്ങളോട് പറയുന്നു, ജിബ്രീൽ എന്ന മലക്ക് നബിയെ, ഈ 3 പ്രാർത്ഥനകൾക്ക് നിങ്ങൾ ആമീൻ പറയണം. നിങ്ങൾ ആമീൻ പറഞ്ഞാൽ ആ ദുആകൾ അല്ലാഹ് സ്വീകരിക്കുമല്ലോ. സഹാബത്തുൽ കിറാം പതിവിന് വ്യത്യസ്തമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആകൾക്കുള്ള ആമീൻ പറച്ചിൽ കേട്ടപ്പോൾ ഖുത്ബ കഴിഞ്ഞപ്പോൾ അന്വേഷിക്കുകയാണ്, നബിയേ 3 തവണ തുടർച്ചയായി ആമീൻ പറഞ്ഞല്ലോ, ഏത് ദുആകൾക്ക് പറഞ്ഞ ആമീനാണ് നബിയേ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സമീപത്ത് വന്നിട്ട് 3 ദുആ നടത്തിയിട്ടുണ്ട് സ്വഹാബത്തെ. അതിൽ ഒന്നാമത്തെ ദുആ പരിശുദ്ധ റമളാൻ സമാഗതമായിട്ട് ആ റമളാനിൽ വിജയിക്കാത്തവന്റെ, ആ റമളാനിൽ നന്മകൾ ചെയ്ത് അല്ലാഹുവിങ്കലിൽ നിന്ന് റഹ്മത്ത് നേടാത്തവന്, അല്ലാഹുവിങ്കലിൽ നിന്ന് മഗ്ഫിറത്ത് നേടാത്തവന്, അല്ലാഹുവിങ്കലിൽ നിന്ന് യത്ഖും മിനന്നാർ ലഭിക്കാത്തവന് അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും ശാപമുണ്ടാകട്ടെ. രണ്ടാമത്തെ ദുആ എന്തിനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുള്ളപ്പോൾ ആ മാതാപിതാക്കളെ പൊരുത്തം നേടിയില്ല, ബാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചില്ല, പ്രായാധിക്യമായ രോഗങ്ങളിൽപ്പെട്ട മാതാവിന് പിതാവിന് പരിചരണം ഏർപ്പെടുത്തിയില്ല, ബാപ്പാക്കും ഉമ്മാക്കും തിരിച്ച് സ്നേഹം കൊടുത്തില്ല, മാതാപിതാക്കളെ വെറുപ്പിച്ചവനും അല്ലാഹുവിൻ്റെയും മാലാകമാരുടെയും ശാപം ഇറങ്ങട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ എന്നോട് ആമീൻ പറയാൻ പറഞ്ഞപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ്. എന്റെ പേര് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സമീപത്ത് നിന്ന് പറയപ്പെട്ടപ്പോ, എന്റെ പേര് കേട്ടപ്പോൾ എന്റെ മേലിൽ സ്വലാത്തു ചൊല്ലാൻ മടി കാണിച്ചവനുണ്ടോ? സ്വലാത്തു ചൊല്ലാത്തവനും അല്ലാഹുവിന്റെ ശാപം ഇറങ്ങട്ടെ. ജിബ്രീൽ എന്ന മലക്ക് ദുആ ഇരുന്നപ്പോ ആമീൻ പറഞ്ഞതാണെന്ന് സയ്യിദുൽ മുർസലീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഐനുൻ നൂറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നൂറേ റമളാനിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, ബായാർത്ഥങ്ങളെ പ്രതീക്ഷിക്കുന്ന ഈ ആത്മീയ മജ്ലിസിൽ വന്നു ചേർന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളെ ആമീൻ പറഞ്ഞ ജിബ്രീലിന്റെ ദുആയിൽ നമ്മൾ പെട്ടുപോകുമോ എന്നൊരു ആത്മപരിശോധനയ്ക്ക് ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അടുത്ത വർഷത്തെ റമളാൻ വരുമ്പോ നമ്മളിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? കഴിഞ്ഞ വർഷത്തെ റമളാനിൽ പെട്ടെന്നൊന്നും മരിക്കൂല എന്ന് നമുക്ക് തോന്നിയ പലരും മരിച്ചുപോയില്ലേ? ഒരു രോഗവുമില്ലാത്തവര് കോവിഡിന്റെ പേര് പറഞ്ഞിട്ട് ഖബറിലെത്തിയിട്ടില്ലേ? പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചവരില്ലേ?
അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം വരുമ്പോ അടുത്ത കൊല്ലത്തെ റമളാൻ വരട്ടെ, അടുത്ത റമളാനിൽ നോമ്പെടുക്കാം, നിസ്കരിക്കാം, ഖുർആനോദാം, തൗബ ചെയ്യാം, അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങാം എന്ന് കരുതിയിട്ട് കാര്യമില്ല. അല്ലാഹുവേ, ഈ കൂടിയ ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റമളാനു ശരീഫ് പ്രതികൂലമാകുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. സ്ഥിരമായി ഞങ്ങളെ നൂറേ റമളാനിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവരെയും ഉതഖാഉ മിനന്നാറിൽ പെടുത്തണേ അല്ലാഹ്.